ഇല്ല കഴിഞ്ഞ തീരുമാനം എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു പോളിസിയൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകണല്ലോ. നമ്മൾ ഭൂമി പ്രശ്നങ്ങളിൽ ഒക്കെയുള്ള നമ്മൾ തന്നെ നമ്മുടെ മാനിഫെസ്റ്റോയിൽ തന്നെ ലാൻഡ് റീഫോംസ് ആക്ട് എല്ലാം നമ്മൾ അമെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വലിയ മേജറായിട്ടുള്ള അമെൻമെൻറ്റ്സ് വരുവാണ്. ഭൂനിയമങ്ങളിൽ വലിയ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇടുക്കിയിലൊക്കെ വലിയ ഗൗരവമേറിയ ഭൂപ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ ഭൂനിയമങ്ങളിൽ ഞങ്ങൾ നന്നായി സ്റ്റഡി ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ആ ഭൂനിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. നെല്ല് സംഭരണത്തിൻ്റെ ഇപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ യോഗം കൂടി അവരുടെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് പരിഗണിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. തീർച്ചയായിട്ടും ഇതെല്ലായിടത്തും നടക്കുന്നതാണല്ലോ. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ നടപടി സ്വീകരിക്കും. അല്ലല്ല അതൊക്കെ വരട്ടെ. അതൊക്കെ ഇപ്പം എന്തായാലും മുഖ്യമന്ത്രിയുടെ അടുത്താണ്. ജൂൺ 15 തുടങ്ങും. അതിന് മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞില്ലേ? ടെൻഷനായ എല്ലാത്തിനും ഇപ്പം ഇന്ന് ഉത്തരം പറയാം. അതൊക്കെ പരിശോധിക്കാം. വരട്ടെ. എന്തെല്ലാം കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പരിശോധിക്കുക. ഒന്ന് ഇരുന്നല്ലേ ഉള്ളു, ഒന്ന് ചാരി പോലും ഇരുന്നിട്ടില്ല. അതിനു മുമ്പ് അതൊക്കെ ധനകാര്യ വകുപ്പ് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നികുതി വെട്ടിപ്പിനെയൊക്കെ കർശനമായി നേരിടും. നികുതി സർക്കാർ തരേണ്ട നികുതി ആരെങ്കിലും തരാതിരുന്ന ആരായാലും അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയുണ്ടാവില്ല. കർശനമായ നടപടികൾ സ്വീകരിക്കും.